നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ജ്യോതിശാസ്ത്രത്തിൽ ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭം സമാഗതമാവുകയാണ്. കുംഭമാസം പിറക്കുകയാണ്. എപ്പോഴാണ് കുംഭമാസം ആരംഭിക്കുന്നത്? 2025 ഫെബ്രുവരി 12-ാം തീയതി, അതായത് 1200 മകരമാസം 30-ാം തീയതി ബുധനാഴ്ചയോടുകൂടി രാത്രി ഏകദേശം 8-8:30 മണി 9 മണിക്കുള്ളിൽ കുംഭമാസം പിറക്കുകയാണ്. ഈ കുംഭമാസത്തിന് തലേ ദിവസത്തെ നാം സംക്രമം എന്നാണ് പറയുക. ഫെബ്രുവരി 12-ാം തീയതി സംക്രമമാണ്. സംക്രമദിനം നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ധർമ്മദൈവ സങ്കേതം. അവിടെ നമുക്ക് വഴിപാടുകൾ ചെയ്യാം. അവിടെ മലയാള മാസം 1-ാം തീയതി അവിടെ പോയി എല്ലാ പൂജകളിലും പ്രാർത്ഥനകളിലും നിങ്ങളുടെ ഭാഗധേയം നിങ്ങൾ സമർപ്പിക്കുക. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അതിനുവേണ്ട ഉത്തേജനങ്ങൾ നൽകുക. ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പൂ തറവാടുകൾ എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞത് ചെയ്യണമെന്നാണ്. ധർമ്മദൈവത്തിൻ്റെ പ്രസാദമുണ്ടെങ്കിൽ മാത്രമാണ് തറവാടുകൾ അങ്ങേയറ്റം ശ്രേയസ്സിനെ പ്രാപിക്കുക. പൂർവികർ എന്ത് ചെയ്തു? പഴയ രീതിയിൽ എല്ലാ ആചാരങ്ങളും നമുക്കിന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിന് പകരം കാലികമായി ജ്യോതിഷികൾ നിശ്ചയിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുക. ഇന്ന് മദ്യം ഗുളികന് കൊടുക്കുന്നതിന് പകരം പലപ്പോഴും ഇളനീർ ചെത്തി അതിൽ ആ ഇളനീരിൽ 2 തുള്ളി തേനിട്ടിച്ചാൽ അത് മദ്യമായി മാറി. ആ കൺസെപ്റ്റിലൂടെ നാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനാൽ പഴയതിനെ പൂർണ്ണമായും ഫോളോ ചെയ്തില്ലെങ്കിലും അതുമായി ബന്ധപ്പെടുന്ന പരിഹാരങ്ങളിലൂടെ എന്താണ് ഉത്തമമായ പരിഹാരമെന്ന് നിരീക്ഷിച്ച് കർമ്മങ്ങൾ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കും. ധർമ്മദൈവം പ്രസാദിച്ചാൽ, തറവാട് നന്നായാൽ നമുക്ക് മാത്രമല്ല അനന്തര സന്താന പരമ്പരകൾക്കും അതിൻ്റേതായ എല്ലാ ശുഭങ്ങളും അനുഭവിക്കുവാൻ യോഗമുണ്ട്. പ്രത്യേകിച്ച് നാഗപ്രീതിയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം നന്മകൾ നമുക്ക് പ്രദാനം ചെയ്യപ്പെടുന്നതാണ്. നാഗങ്ങൾ, കുട്ടിച്ചാത്തൻ, ഗുളികൻ തുടങ്ങിയ എല്ലാ ദൈവിക വിഷയങ്ങളും നമുക്ക് പൂർണ്ണമായും അംഗീകരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. ഒരു ജാതകത്തിൽ അഷ്ടമത്തിൽ ശുഭഗ്രഹങ്ങൾ വന്നാൽ പലപ്പോഴും തനിക്ക് തൻ്റെ മഠം, ആലയം, അനാഥാലയം, ട്രസ്റ്റ്, ക്ഷേത്രം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുവാനുള്ള മഹായോഗമുണ്ടാകും. പക്ഷേ 8-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോഴോ പലപ്പോഴും ഇതിൻ്റെ പേരിൽ വലിയ അന്യായങ്ങൾ, തർക്കങ്ങൾ, കലഹങ്ങൾ വരും. അവിടെ പിന്നെ കയറിപ്പോകാൻ നമുക്ക് തോന്നാറില്ല. അതിനാൽ മാനസികമായി ദൈവികമായ വിഷയങ്ങളോട് ഒട്ടി നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നല്ല ഊർജ്ജം പ്രദാനം ചെയ്യപ്പെടുന്നതാണ്. ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുംഭമാസത്തിലേക്ക് സൂര്യൻ്റെ ഈ ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. സ്വാഗതം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകം രാശിക്കാരുടെ ആദിത്യൻ്റെ ഈ കുംഭ രാശിയിലേക്കുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രവും ചേർന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസക്കാലമാകുന്നു കുംഭമാസത്തിലേക്കുള്ള ഈ സൂര്യൻ്റെ പ്രയാണം. ഈ 30 ദിവസക്കാലം കർക്കിടക രാശിക്കാർ വളരെ ജാഗ്രത പുലർത്തണം. സാമ്പത്തിക വിഷയത്തിലായാലും വൈവാഹിക വിഷയത്തിലായാലും തന്നെ അത്ര ശോഭനമായ ഒരു ഫലം ഈ 8-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ തരുന്നില്ല. കർക്കിടക രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമഭാവത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമം ജ്യോതിഷത്തിൽ ശുഭമായ ഭാവമല്ല തന്നെ. സർവപ്രണാശോ വിവദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസാഹ മഠാധികം ഭേഷ്മഗതാശ്ച വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേന. അഷ്ടമഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇപ്രകാരമാകുന്നു: സർവപ്രണാശ, എല്ലാ നാശങ്ങളും, വിപത്തുക്കൾ, അപവാദങ്ങൾ, മരണം, മരണത്തിൻ്റെ സ്ഥലം, തൻ്റെ ഭൃത്യജനങ്ങൾ, മഠാധികം, അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ഇതൊക്കെ തന്നെ 8-ാം ഭാവം കൊണ്ട് നാം ചിന്തിക്കേണ്ട വിഷയമാകുന്നു. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സൂര്യൻ 2-ാം ഭാവത്തിൻ്റെ അധിപനാകുന്നു. ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം. തന്നാൽ ഭരിക്കപ്പെടേണ്ടുന്ന വ്യക്തികൾ, തൻ്റെ ധനം അഖിലം വിത്തം, തൻ്റെ വാക്ക്, വലത്തെ കണ്ണ്, വിവിധ രീതിയിലുള്ള വിദ്യകൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടത് 2-ാം ഭാവം കൊണ്ടാണ്. ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഭാവത്തിന് നാശമുണ്ടാക്കുന്നു. അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റ് അല്ലെങ്കിൽ ധർമ്മദേവ സങ്കേതങ്ങൾ, ഇവിടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ഇതിൻ്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്ക് അപവാദം കേൾക്കേണ്ടി വരും. അപവാദോ മഠാപത്തിരപാപയെ അഷ്ടമസ്ഥിതി 8-ൽ പാപഗ്രഹം വരുമ്പോൾ അപവാദങ്ങളും മഠത്തിന് ആപത്തും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ട്രസ്റ്റികൾ, അപ്രകാരം തന്നെ ഖജാഞ്ചികൾ, ധനത്തെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ അപവാദം കേൾക്കേണ്ടി വരും. താൻ കള്ളനാണ് എന്ന് മറ്റുള്ളവർ മുദ്രകുത്തും. ഭിന്നാഭിപ്രായം സ്വരരൂപപ്പെടും. അതുവരെ തൻ്റെ കൂടെ ഒന്നിച്ച് നിന്നവർ അധികാരത്തിന് വേണ്ടി തനിക്കെതിരെ
തിരിയുന്ന ഒരു മാസക്കാലമാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തന്നാൽ ഭരിക്കപ്പെടേണ്ടുന്ന കുടുംബത്തിൽ കലഹമുണ്ടാകും. വൈവാഹിക ജീവിതം അത്ര ശാന്തകരമായിരിക്കില്ല ഈ ഒരു മാസക്കാലം. സ്വതവേ കർക്കിടക രാശിക്കാർക്ക് വിവാഹമതിയായ ശനി അഷ്ടമത്തിൽ ദുർബലമായി നിൽക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ്, എങ്കിലും അദ്ദേഹം 8ാം ഭാവത്തിൽ അത്ര ശുഭമല്ല കർക്കിടകൻ രാശിയെ സംബന്ധിച്ചിടത്തോളം. അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുമ്പോഴോ ക്രിയാലംബണസ്ഥ അഷ്ടമേ കഷ്ടഭാഗി വിദേശീയ താരാൻ ഭജത്. എടുത്തുചാടി കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. ദേശം വിട്ട സ്ത്രീയെ ആഗ്രഹിക്കും. അതിനാൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ വഴിയിൽ തൻ്റെ യാത്രയിൽ അസാധാരണമായ സ്ത്രീ സൗഹൃദങ്ങളൊക്കെ വരാം. അതുമൂലം വലിയ ക്ലേശങ്ങളും വരും. അവസ്തുവ അഭിഭജേത്. തനിക്ക് ആഗ്രഹിക്കാൻ പാടില്ലാത്തത് താൻ ആഗ്രഹിക്കും. തൻ്റെ ധനപരമായ വിഷയത്തിൽ തൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ കള്ളന്മാർ അപഹരിച്ചിട്ട് തൻ്റെ മുതൽ ധനം നഷ്ടപ്പെടും. സർക്കാരിൻ്റെ കോപം, GST മുതലായ ടാക്സ് വഞ്ചിച്ചു തുടങ്ങിയ കേസുകളൊക്കെ വന്ന് തൻ്റെ മനസ്സമാധാനം തകർക്കും ഈ സൂര്യൻ. വേറൊരു വിഷയം ചിന്തിക്കേണ്ടത്, രേഖാപതിയായ ബുധനാണ് ദുർബലമായി 8ൽ നിൽക്കുന്നത്. രേഖാപരമായ തടസ്സങ്ങൾ വരും. തൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ വിലപ്പെട്ട രേഖകൾ തനിക്ക് നഷ്ടപ്പെടുക, ശ്രദ്ധിക്കാതിരിക്കുക. സഹോദരങ്ങളുമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. കർക്കിടക രാശിക്കാർക്ക് സഹോദര കാരകനായ ചൊവ്വ 12ൽ നിൽക്കുന്നു. സഹോദരപതി 3ാം ഭാവാധിപനായ ബുധനും അഷ്ടമത്തിലാണ്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. 8ൽ ബുധൻ വന്നാൽ ധാരാളം നന്മകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്രുത ഗുണാഹ, ധാരാളം ഗുണങ്ങളാൽ തനിക്ക് അംഗീകാരം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ബുധൻ അത്ര ശക്തനല്ല. ആ നിപുണയോഗത്തിന് വലിയൊരു പ്രാധാന്യവും പ്രസക്തിയും ഇവിടെ വരണമെന്നില്ല. ഇത് സഹായികൾക്കും സഹോദരങ്ങൾക്കും തൻ്റെ ഭൃത്യന്മാർക്കും അപകടത്തിൻ്റെ സമയമാണ്. അതിനാൽ അവരുടെ ആരോഗ്യ വിഷയം കൂടി ശ്രദ്ധിക്കണം. നിർബന്ധമായും ഇവിടെ ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്തേ മതിയാവുകയുള്ളൂ കർക്കിടകം രാശിക്കാർ. സഹോദരങ്ങളുടെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുമായി ചേർന്ന് യാത്ര അല്ലെങ്കിൽ വലിയ വലിയ പദ്ധതികൾ ഈ മാസം ആവിഷ്കാതിരിക്കുക. അടുത്ത മാസം സൂര്യൻ 9ാം ഭാവത്തിൽ വരുന്നു. വളരെ നല്ലതാണ്. പ്രബലമായ ജോലി ലഭിക്കും. ഈ മാസം ശ്രദ്ധിക്കുക. 30 ദിവസം എടുത്തു ചാടി തൻ്റെ കഴിവുകൾക്ക് അതീതമായി പൊസിഷൻ, പദവികൾ ആഗ്രഹിക്കരുത് കർക്കിടകം രാശിക്കാർ. വഴിപാടുകളൊക്കെ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട കർക്കിടകം രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ഒരു മാസക്കാലം ആശംസിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിക്കാരുടെ ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ചിങ്ങം രാശി എന്നാൽ മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 7ാം ഭാവത്തിലാണ്. അതൊരു രാജയോഗമാണ്. ഏതൊരു ഭാവത്തിലേക്കാണോ ആ ഗ്രഹത്തിൻ്റെ സ്വാമിയുടെ അധിപൻ്റെ ഗ്രഹമുള്ളത് അത് രാജയോഗമാണ്. ഇവിടെ 7ാം ഭാവത്തിൽ സൂര്യൻ നിന്നുകൊണ്ട് തൻ്റെ സ്വന്തം രാശിയായ മൂലക്ഷേത്ര രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതൊരു നല്ല യോഗമാണ്. അതിനാൽ പല കാര്യങ്ങൾക്കും പേഴ്സണാലിറ്റി, വ്യക്തിത്വം ഇതൊക്കെ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ, അവതരിപ്പിക്കാനൊക്കെ സൂര്യൻ ഇവിടെ നല്ല പ്രാഗൽഭ്യത്തെ നൽകുന്നതാണ് ചിങ്ങൻ രാശിക്കാർക്ക്. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് 7ാം ഭാവത്തിൽ സൂര്യനോടുകൂടെ ബുധനുണ്ട്. അത് പ്രായണ ഒരു നല്ല യോഗമാകുന്നു. നിപുണ യോഗത്തിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ഈ രാശിയിൽ കാണാം. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. അപ്രകാരം തന്നെ യാത്രയ്ക്ക് വളരെ അനുകൂലമായ പല വിഷയങ്ങളും വരും. സാമ്പത്തികമായ വിഷയത്തിൽ ധാരാളം സഹായങ്ങൾ ലഭിക്കുന്ന മാസമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പലപ്പോഴും ഭാര്യയ്ക്ക് നമ്മളെക്കാളും സൗഭാഗ്യം വരിക വിദേശത്ത് പോകാൻ. അതിനാൽ നഴ്സിംഗ് അല്ലെങ്കിൽ ഡോക്ടർമാർ വിദേശത്ത് ഭാര്യയും ഭർത്താവും അപേക്ഷിച്ചാൽ ഭാര്യയുടെ വിസ വളരെ പെട്ടെന്ന് ശരിയാവുക, ഭാര്യയ്ക്ക് വിസ കിട്ടുക, ജോലി കിട്ടുക, എന്നിട്ട് ഭർത്താവിനെ തൻ്റെ കൂടെ കൊണ്ടുപോവുക. ഈ രീതിയിലുള്ള ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ, നല്ല സംഭവങ്ങൾ 7ാം ഭാവത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട ഭാവത്തിൽ നടക്കുന്ന സമയമാകുന്നു. 7ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ നിൽക്കുന്ന അത്ര ശുഭമല്ല. സ്ത്രീ വിഷയത്തിലാണെങ്കിൽ 7ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ വന്നാൽ പുനർവിവാഹ യോഗമൊക്കെ പറയും. അതിനാൽ ദാമ്പത്യത്തിൽ കുറേ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കണം. 7ൽ ഗ്രഹം പെരുത്തിയിടിൽ ഭാര്യമാർ പലരായി വരുമെന്ന് ആചാര്യന്മാർ മലയാളത്തിൽ ചൊല്ലിയിട്ടുണ്ട്. അതിനാൽ പരസ്ത്രീ വിഷയങ്ങളൊക്കെ സ്വകാര്യമായി നടക്കുന്ന മാസക്കാലമായിരിക്കും. കാരണം 7 നിൽക്കുന്ന സൂര്യന് ആശ്രയഫലം പറഞ്ഞത് അത്ര നല്ലതല്ല. നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അനുചിത കുലകർമ്മ, തനിക്ക് ഉചിതമല്ലാത്ത കർമ്മത്തിൽ പോയി ചാടി വീഴുക, എന്നിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ. തനയ ഭാഗ്യ പരിച്യുത അസ്വഹ,
ധനം നഷ്ടപ്പെട്ടു പോവുക, തനിക്ക് ഭാഗ്യം കൈവിടുക എന്നൊക്കെ ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു, അവിടെ സൂര്യൻ ഭാവാധിപനാണ്. ചിങ്ങൻ രാശിയുടെ അധിപനായ ഗ്രഹം ആ ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഭാവത്തിന് ബലമുണ്ട്. ആ ബലത്തിൽ നിങ്ങൾക്ക് ഈ മാസത്തെ നന്നായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. വാഹനം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അധോമുഖ രാശി ആരൂഢമാണ്. അതിനാൽ വാഹനാപകടത്തിന് സാധ്യത കൂടുതലാണ്. ടൂ വീലർ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. തനിക്ക് ധനം സമ്പാദിക്കുവാനുള്ള യോഗമുണ്ട്. പക്ഷേ ആ ധനം സമ്പാദിക്കുമ്പോഴും തനിക്ക് അത് ലഭിക്കുവാനുള്ള മാർഗം കൂടെ ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കണം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ കൂടുതൽ ബലത്തിനായി കൂവളമാല ജലധാര വഴിപാടായി ചെയ്യാം. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചെല്ലാം. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാം. ശിവക്ഷേത്ര ദർശനം നടത്താം. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും നല്ല ശോഭനമായ ഒരു മാസക്കാലത്തെയായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നി രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. കന്നിരാശി എന്നാൽ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കന്നിരാശിക്കാർക്ക് സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 6-ൽ സൂര്യൻ നിൽക്കുന്നത് ജ്യോതിഷത്തിൽ വളരെയധികം നല്ലതാണ്. 6 ഉപജയരാശിയാണ്. 6-ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ നല്ല ബലത്തെ പ്രതിനിധാനം ചെയ്യും. ഇവിടെ കന്നിരാശിക്കാർക്ക് 12-ാം ഭാവാധിപനാണ് സൂര്യൻ. 12-ാം ഭാവം വൈകല്യമുള്ള ഭാവമാകുന്നു. ആ ഗ്രഹം രോഗസ്ഥാനത്ത് നിൽക്കുമ്പോൾ തതങ്കേ രുഗ്വ്രണാധികം, ആ ഭാഗത്ത് രോഗം, വ്രണം മുതലായവ വരുമെന്ന് ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നടു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, പാദങ്ങൾക്ക് ഫ്രാക്ചറുകൾ വരിക, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിക്കണം. ബലവാൻ ശത്രുജിതസ്യ ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ താൻ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഇതേ സൂര്യൻ്റെ ഭാവഫലം ഇപ്രകാരമാകുന്നു ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. രിപുധ്വംസകൃത് ഭാസ്കരോ യശിഷഷ്ഠേ. 6 സൂര്യൻ വരുമ്പോൾ രിപുധ്വംസകൃത്, ശത്രുവിനെ ധ്വംസനം ചെയ്യും, നശിപ്പിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ ശത്രുവിനെ നശിപ്പിക്കും. തനോതിവ്യയം രാജതോ മിത്രോതോവ, രാജാവിന് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ധാരാളം കാശ് ചെലവാക്കും. അതിനാൽ പലപ്പോഴും സാമ്പത്തികമായി അഭിവൃദ്ധിയിൽ നിൽക്കുന്നവർക്കൊക്കെ തന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്കും സർക്കാരിന് ഉപകാരപ്രദങ്ങളായ കാര്യങ്ങൾ ചെയ്യാം. സുഹൃത്തുക്കൾക്ക് വേണ്ടി ധനം ചെലവഴിക്കാം. കുലേ മാതുരാപ ചതുഷ്പാദയോവ, അമ്മയുടെ കുലത്തിൽ ചെന്ന്, അമ്മയുടെ വീട്ടിൽ ചെന്ന് ചതുഷ്പാദുകളെ കൊണ്ട്, നാൽക്കാലികളെ കൊണ്ട് അപകടമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ശ്രദ്ധിക്കണം. ചതുഷ്പാദ് എന്നാൽ നാൽക്കാലികളാണ്. ഇന്ന് 4 കാലുള്ളവയാണ്, വാഹനങ്ങളാണ്. അതിനാൽ പശു മുതലായ നാൽക്കാലികളെ ശ്രദ്ധിക്കുക, വാഹനങ്ങളെയും ശ്രദ്ധിക്കുക. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യത, വഴിയിൽ വെച്ച് കാട്ടാളന്മാരാൽ അല്ലെങ്കിൽ ദുഷ്ടന്മാരാൽ വിഷാദം ലഭ്യത, വിഷാദം ലഭിക്കും, അപമാനം ലഭിക്കും. അതിനാൽ യാതൊരു രീതിയിലുള്ള സന്ധി സംഭാഷണങ്ങൾക്കോ ഒത്തുതീർപ്പുകൾക്കോ മധ്യസ്ഥ ചർച്ചകൾക്കോ ഒന്നും തന്നെ രാത്രി സമയത്ത് അല്ലെങ്കിൽ സമയം വൈകി കന്നിരാശിക്കാർ പുറപ്പെടുന്നത് അത്ര ഗുണകരമല്ല. തനിക്ക് അത് പ്രയാസങ്ങളെ ഉണ്ടാക്കുമെന്നാണ് ആചാര്യൻ വിധിച്ചിട്ടുള്ളത്. അതിനാൽ പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കുക. ഒരു തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൽ തൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെയും ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാട് ചെയ്യുക. അച്ഛൻ്റെ ശത്രുത സമ്പാദിക്കാതെ നോക്കണം. ചന്ദ്രൻ 6-ാം ഭാവത്തിലാണെങ്കിൽ അമ്മയുമായി രഞ്ജിപ്പില്ലാതെ പ്രയാസപ്പെടുമെന്ന് ഫലം പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം സൂര്യൻ 6-ൽ നിൽക്കുമ്പോൾ സൂര്യൻ പിതൃകാരകനാണ്. പലപ്പോഴും അച്ഛനുമായി ബന്ധപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.